പുതിയ ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. ബി.ജെ.പി സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പി.ആർ. ശിവശങ്കർ. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് പി.ആർ. ശിവശങ്കർ. കോഴിക്കോട് നിന്നുള്ള ടി.പി. ജയചന്ദ്രനാണ് ബി.ജെ.പിയുടെ മുഖ്യ വക്താവ്. അലക്സ് മുഹമ്മദുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പുതിയ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് പറഞ്ഞതേയുള്ളൂ പരാതികൾക്കിടയില്ലാത്ത പട്ടികയെന്ന്. പറഞ്ഞു തീരെ മുമ്പേ പരാതി വരുന്നു, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നു. ഗോകുല, വെട്ടിനിരത്തിയത് വി മുരളീധര പക്ഷത്തെ അല്ലെങ്കിൽ വി മുരളീധര സുരേന്ദ്ര പക്ഷത്തെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ പുതിയ ടീമിൽ നിന്ന് വെട്ടിനിരത്തിയതെങ്കിൽ ഇപ്പോൾ നിലവിൽ അതൃപ്തി പുകയുന്നത് സ്വന്തം ടീമിൽ നിന്ന് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെയും ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെയും വിവാദങ്ങളെയും പ്രതിരോധിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാവാണ് പി.ആർ. ശിവശങ്കർ. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. മാധ്യമ പാനലിസ്റ്റുകളിൽ ഉൾപ്പെട്ട അംഗം കൂടിയാണ് പി.ആർ. ശിവശങ്കർ. നിലവിൽ അടുത്ത ഒരു ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ബി.ജെ.പിയുടെ മുഖ്യ സംസ്ഥാന വക്താവായി എത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന നേതാവാണ് പി.ആർ. ശിവശങ്കർ. എന്നാൽ മുഖ്യ വക്താവ് സ്ഥാനത്തേക്ക് എത്തിയത് കോഴിക്കോട് നിന്നുള്ള ടി.പി. ജയചന്ദ്രൻ മാസ്റ്ററാണ്. സ്വാഭാവികമായി അതിൽ അതൃപ്തി പി.ആർ. ശിവശങ്കറിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ബി.ജെ.പിയുടെ ഈ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് അടിച്ചാണ് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതായത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പുക ഉയർന്നു തുടങ്ങുന്നു. ഇനി എതിർപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കലഹങ്ങളിൽ നിന്ന് അറിയാം. ഗോകുൽ, അലക്സ്, നേരത്തെയും പി.ആർ. ശിവശങ്കർ ഒരു ഇടയ്ക്ക് ഈ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അന്ന് ഇപ്പോൾ കോൺഗ്രസിലുള്ള സന്ദീപ് വാര്യരും അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടാണ്. പിന്നീട് ആ ചർച്ചകളിലേക്കും അവരുടെ പാനലിസ്റ്റ് ഗ്രൂപ്പിലേക്കൊക്കെ തിരികെ എത്തിയതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒഴിവാക്കലിന് പിന്നിൽ എന്താണ് കാരണമെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഗോകുൽ, അദ്ദേഹത്തെ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പാർട്ടി ഔദ്യോഗികമായി ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹം പാനലിസ്റ്റ് ഗ്രൂപ്പിൽ അദ്ദേഹം അംഗമാണ്. അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹം ഉൾപ്പെടുന്ന ഈ പാനലിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം സ്വയം ലെഫ്റ്റ് അടിച്ചു പോയതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖറുമായി അടുത്തിടപഴകുന്ന അടുത്ത അനുയായി എന്ന് കരുതപ്പെടുന്ന ആളാണ് പി.ആർ. ശിവശങ്കർ. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി അദ്ദേഹത്തിന്റെ പുതിയ ടീമിന് വേണ്ടി വാദിക്കുന്ന ആളാണ് പി.ആർ. ശിവശങ്കർ. അദ്ദേഹത്തിനെതിരെയുള്ള വിവാദങ്ങൾ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുന്ന നേതാവാണ് പി.ആർ. ശിവശങ്കർ. സ്വാഭാവികമായി അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ആളുകൾ കരുതിയിരുന്നത് ഈ പാർട്ടിയുടെ മുഖ്യ വക്താവായി അദ്ദേഹം പി.ആർ. ശിവശങ്കർ എത്തും എന്നാണ്. സംസ്ഥാന സമിതി അംഗത്തിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി മുഖ്യ വക്താവ് സ്ഥാനത്തേക്ക് എത്തും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതാണ് നടക്കാതെ പോയത്. അതാണ് കോഴിക്കോട് നിന്നുള്ള ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർക്ക് മുഖ്യ വക്താവായി സ്ഥാനം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം അത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി, ഏതായാലും ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യവക്താവാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പി.ആർ. ശിവശങ്കർ അദ്ദേഹം ഈ ചാനൽ ചർച്ചകൾക്കുള്ള പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ അതൃപ്തിയുടെ ആദ്യ പുകച്ചിലായി പി.ആർ. ശിവശങ്കറിന്റെ ലെഫ്റ്റ് മാറുന്നു.